നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുട്ടികൾക്ക് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ലേഹ്യമാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഒത്തിരി അമ്മമാരുടെ റിക്വസ്റ്റ് ആണ്. എപ്പോഴും അമ്മമാർ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ പാരൻസ് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ ഒട്ടും അണ്ടർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളായിരിക്കാം, ഫോണിലോ അല്ലെങ്കിൽ സ്ക്രീൻ ടൈമോ കൂടുതൽ ആകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ബുക്ക് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, പുറത്തേക്ക് ഇറങ്ങി കളിക്കാതെ കായികക്ഷമത നഷ്ടപ്പെടുക, അവർക്കൊരു കറക്റ്റ് എനർജി ലെവൽ കീപ്പ് ചെയ്യാൻ പറ്റാതിരിക്കാം, ഓരോരോ പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ പറ്റാത്ത, കോൺസെൻട്രേഷൻ കുറവുള്ള അവസ്ഥ, മെമ്മറി കുറവുള്ള അവസ്ഥ, പരീക്ഷയ്ക്ക് പഠിച്ചതൊന്നും കറക്റ്റായിട്ട് എഴുതാൻ പറ്റാത്ത അവസ്ഥ, ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് എല്ലാം നിസ്സംശയം നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലേഹ്യമാണ് AVP കോയമ്പത്തൂർ ഫാർമസിയുടെ IQ ശക്തി എന്ന് പറയുന്ന ഈ ലേഹ്യം. ഇത് എന്തൊക്കെ ഗുണങ്ങൾ ചെയ്യുന്നു? 4 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് മെയിൻലി ഇത് കൊടുക്കാം. പിന്നെ ഒരു 17-18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല, വളരെ ഗുണപ്രദമാണ്. പക്ഷേ ഡോസ് കൂട്ടി കൊടുക്കണമെന്ന് മാത്രം. ഈ ലേഹ്യം എന്തൊക്കെ കുട്ടികൾ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. കുട്ടികൾക്ക് മെമ്മറി എൻഹാൻസർ ആണിത്. എനർജി ലെവൽ കീപ്പ് ചെയ്യാൻ സഹായിക്കും, ഇമ്മ്യൂണിറ്റി കീപ്പ് ചെയ്യാൻ സഹായിക്കും. പ്രത്യേകിച്ച് എപ്പോഴും രോഗപ്രതിരോധ ശേഷി കുട്ടികൾക്ക് വളരെ അത്യാവശ്യമാണ്, അത് കീപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കും എന്നുള്ളതാണ്. ഒരു കോൺസെൻട്രേഷൻ നിലനിർത്തുന്നു, ആ ബ്രെയിൻ ഫങ്ഷൻസ് എല്ലാം കറക്റ്റ് ആകുന്നു, പെർഫോമൻസ് കൂടുന്നു എന്നുള്ളതാണ്. കുട്ടികളുടെ ആ ഒരു കാര്യക്ഷമത അല്ലെങ്കിൽ കുട്ടികളുടെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് കൂടുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ചേരുവകൾ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അമുക്കുരം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചിറ്റമൃതം അടങ്ങിയിട്ടുണ്ട്, നെല്ലിക്ക അടങ്ങിയിട്ടുണ്ട്, നമുക്ക് പിന്നെ വജ എന്ന് പറയുന്ന വയമ്പ് അടങ്ങിയിട്ടുണ്ട്, ദശമൂലങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ നെയ്യ്, പാല്, ഹണി, ആർട്ടിഫിഷ്യൽ ഷുഗർ അല്ലെങ്കിൽ റിഫൈൻഡ് ഷുഗർ ഒന്നും ചേർത്തിട്ടില്ല, ഹണി മാത്രമാണ്. കുട്ടികൾക്ക് തികച്ചും സേഫ് ആണിത്. അതുപോലെ കൂവപ്പൊടി അടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം വളരെ ഗുണപ്രദവും അതുപോലെ എനർജി പ്രദാനം ചെയ്യുന്നതും ഇമ്മ്യൂണിറ്റി പ്രദാനം ചെയ്യുന്നതും. കൂടാതെ മേദ്യ എന്ന് പറയുന്ന ഡ്രഗ് അല്ലെങ്കിൽ മരുന്നിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. മേദ്യ എന്ന് പറയുമ്പോൾ ബുദ്ധിശക്തി പ്രദാനം ചെയ്യുന്നത്, ബുദ്ധിനെ ദീപ്തമാക്കുന്നത്, ദീപ്തി ചെയ്യുന്നത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പം അത്രയും ഗുണപ്രദമായ മരുന്നുകൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ലേഹ്യമാണ്. അപ്പൊ ഇതിന്റെ ഡോസ് പറയാം. 4 വയസ്സ് മുതലാണ് ഇത് കൊടുത്തു തുടങ്ങേണ്ടത്. 4 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ 1 ടീസ്പൂൺ വീതം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അല്ലെങ്കിൽ വൈകിട്ട് ഏതെങ്കിലും ഒരു നേരം 1 ടീസ്പൂൺ വീതം ആഹാരശേഷം കൊടുക്കാവുന്നതാണ്. 1 ടീസ്പൂണിൽ കൂടരുത്. അതുപോലെ തന്നെ 12 വയസ്സിലേക്ക് മുകളിലേക്കുള്ള കുട്ടികളാണെങ്കിൽ 1 ടീസ്പൂൺ വീതം രാവിലെയും രാത്രിയും ആഹാരശേഷം കൊടുക്കാം. 2 ടീസ്പൂണിൽ കൂടരുത്. ഇതിൽ കോൺട്രാഇൻഡിക്കേഷൻസ് ഉണ്ടോ എന്ന്, അതായത് കൊടുക്കേണ്ടാത്ത അവസ്ഥകളുണ്ടോ? ജുവനൈൽ ഡയബറ്റീസ് എന്ന് പറയുന്ന അവസ്ഥ, അതായത് കുട്ടികൾക്ക് പ്രമേഹബാധിതരായ കുട്ടികൾക്ക് ഇത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ ക്രോണിക് ആയിട്ട് കുറച്ച് നാളുകളായിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേക അസുഖം പിടിപെട്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ മരുന്നുകളൊക്കെ കഴിക്കാം, ഇമ്മ്യൂണോതെറാപ്പി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ കഴിക്കുന്ന കുട്ടികളാണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് ഇത് ഒഴിവാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആയുർവേദ ഡോക്ടറുടെ അഭിപ്രായം ചോദിച്ച് ഇത് എടുക്കാവുന്നതാണ് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാ പാരൻസിനും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.